ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസിന്റെ സൊല്യൂഷൻ കാണാനുള്ള ക്രാമേഴ്സ് റൂൾ എന്ന മെത്തേഡിനെ സംബന്ധിച്ചാണ്. സ്വിറ്റ്സർലാൻഡുകാരനായ ഗബ്രിയൽ ക്രാമർ അദ്ദേഹമാണ് ഈ മെത്തേഡ് ഫോം ചെയ്തിട്ടുള്ളത്. 1700കളിൽ ജനീവയിൽ ജീവിച്ച അദ്ദേഹം ആൾജിബ്രക്കും അതേപോലെ പ്രോബബിലിറ്റിക്കും ധാരാളം സംഭാവന നൽകിയ ഒരു മാത്തമാറ്റീഷ്യനാണ്. എങ്ങനെയാണ് ഈ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാവുന്നത് എന്ന് നോക്കാം. ഒരു 3 ഇക്വേഷൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ അതിലെ കോഎഫിഷ്യന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിറ്റർമിനന്റ് എഴുതുക എന്നുള്ളതാണ്. അതായത് എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും കോഎഫിഷ്യന്റ് 1 -1 1 1 -2 -2 2 1 3 ഇതാണ് നമ്മൾ ആദ്യം എഴുതുക. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പ്ലസ് മൈനസ് പ്ലസ് മുന്നിൽ ചേർക്കേണ്ട സൈൻ നമുക്കറിയാം. 1 ഇൻറ്റു ഈ 1 ഉൾക്കൊള്ളുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ -6 + 2 പ്ലസ് 1 ഇൻറ്റു 1 ഉൾക്കൊള്ളുന്ന റോയും കോളം 3 + 4 പ്ലസ് 1 ഇൻറ്റു 1 + 4 എന്നാണ് നമുക്ക് ലഭിക്കുക. സോ ദിസ് ഈസ് -4 + 7 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 8 നിന്ന് നമുക്ക് ഡെൽറ്റ കിട്ടും. ഇനി അദ്ദേഹം പറഞ്ഞത് റൈറ്റ് ഡെൽറ്റ 1. ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക്? ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് കോളം മാറ്റി പകരം ഈ 491 എന്ന D1 D2 D3 ഇവിടെ അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളത്തിൽ 491, സെക്കൻഡ് കോളം സെയിം തന്നെയാണ് -1 -2 1, തേർഡ് കോളത്തിനും മാറ്റമില്ല 1 -2 3. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. പ്ലസ് മൈനസ് പ്ലസ് എന്ന സിമ്പിൾ ഉപയോഗിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. 4 ഇൻറ്റു ഈ 4 ഉൾക്കൊള്ളുന്ന റോയും കളഞ്ഞു കഴിഞ്ഞാൽ -6 + 2 പ്ലസ് 1 ഇൻറ്റു 1 ഉൾക്കൊള്ളുന്ന കോളം റോയും ഡിലീറ്റ് ചെയ്താൽ 27 + 2 പ്ലസ് 1 ഇൻറ്റു നമുക്ക് 9 + 2 എന്ന് ലഭിക്കും. So this is -4 into 4 -16 plus 29 plus 11. അപ്പൊ ഇത് -16 29 ആഡ് ചെയ്താൽ നമുക്ക് 13 എന്നാണ്. 13ഉം ഇത് ആഡ് ചെയ്താൽ നമുക്ക് 24 എന്ന് ലഭിക്കും. Therefore x is equal to delta 1 by delta, അതായത് 24 divided by 8 which is equal to 3 എന്നാണ് നമുക്ക് എക്സിന്റെ വാല്യൂ. ഇതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. അഥവാ എക്സിന്റെ സൊല്യൂഷൻ 24 divided by 8 which is equal to 3 എന്ന് ലഭിക്കും. അടുത്തതായി നമുക്ക് y വാല്യൂ കണ്ടുപിടിക്കണം. y വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എഴുതേണ്ടത് ഡെൽറ്റ 2 എന്നതാണ് ഡിറ്റർമിനന്റ്. എന്താണ് ഡെൽറ്റ 2ന്റെ പ്രത്യേകത? ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഒന്നുമില്ല, 1 1 2. സെക്കൻഡ് കോളം മാറ്റിയിട്ട് പകരം 491 എഴുതുക, 491. തേർഡ് കോളം ഡിറ്റർമിന്റെ അതേ കോളം തന്നെയാണ്, 1 -2 3. ഇതാണ് ഡെൽറ്റ 2 എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 27 + 2 -4 ഇൻറ്റു 3 + 4 പ്ലസ് 1 ഇൻറ്റു 1 -18 എന്നാണ് ലഭിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 29. ഇത് -28, ഇത് -17. അപ്പൊ നമുക്ക് 29 28 മൈനസ് ചെയ്താൽ 1 കിട്ടും. 1 -17 വിച്ച് ഈസ് ഈക്വൽ ടു -16 എന്നാണ് ഈ ഡിറ്റർമിനന്റ് വാല്യൂ. സോ y is equal to രണ്ടാമത്തെ ഇക്വേഷൻ ഡെൽറ്റ 2 by delta which is equal to -16 by 8 which is equal to -2. ഇതാണ് y-യുടെ വാല്യൂ. ഇനി നമുക്ക് z-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എഴുതുന്ന ഡിറ്റർമിനന്റ് ഡെൽറ്റ 3 ആണ്. ഡെൽറ്റ 3 നമുക്കറിയാം, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും അതേപോലെ തന്നെ 1 1 2
-1 -2 1. ഇനി തേർഡ് കോളം നമുക്ക് എന്ത് ചെയ്യുന്നു 4 9 1 എന്ന് എഴുതുന്നു. ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്ലസ് മൈനസ് പ്ലസ് ഇത് നമ്മൾ ഓർമ്മയിൽ വേണം. 1 ഇൻറ്റു -2 -9 പ്ലസ് 1 ഇൻറ്റു 1 -18 പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 4. അപ്പോൾ നമുക്ക് ഇത് -11, ഇത് -17, ഇത് 20 എന്ന് ലഭിക്കും. അപ്പോൾ ഇത് -28 എന്ന് കിട്ടി, പ്ലസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു -8 എന്നാണ് എൻ്റെ വാല്യൂ. Z is equal to delta 3 by delta which is equal to -8 by 8 which is equal to -1. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയ x is equal to 3 എന്ന് കിട്ടി, y equal to -2 എന്ന് കിട്ടി, z is equal to -1 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. നോക്കൂ, ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുന്നു, 3, പിന്നെ -2 പ്ലസ് -1. അപ്പോൾ നമുക്ക് 3ഉം 2ഉം 5ഉം -1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 4 എന്നാണ് കിട്ടുക. സോ ദി ഇക്വേഷൻ 1 ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി അടുത്ത വാല്യൂ എക്സിന് 3 കൊടുത്തു, 3 -2 ഇൻറ്റു -2 -2 ഇൻറ്റു -1. അപ്പോൾ നമുക്ക് കിട്ടി 3 പ്ലസ് 4 പ്ലസ് 2 which is equal to 9. Equation 2 is satisfied. Again finally 2 into 3 plus y യുടെ വാല്യൂ -2 പ്ലസ് ഇനി z ന്റെ വാല്യൂ 3 into -1. So 6 -2 -3 which is equal to 1 എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 3 ഇക്വേഷനും എന്ത് ചെയ്യും, ഈ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് ക്രാമേഴ്സ് റൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.